89.6 FM സർഗക്ഷേത്ര. വെൽക്കം ടു ഉയരെ. പറന്നുയരാൻ കൊതിക്കുന്നവർക്ക് ചിറകായി ഉയരെ. കൂടെയുള്ള തന്നെയാണ് നമ്മൾ ഇന്ന് ഉയരയില് ഒരുപാട് രസമുള്ളൊരു കാര്യത്തെ പറ്റിയിട്ടാണ് സംസാരിക്കാൻ പോകുന്നത് കേട്ടോ. ശരിക്കും ഞാൻ ഭയങ്കര ഇൻട്രസ്റ്റഡ് ആയിട്ടാണ് ഇന്നത്തെ ഉയരയിൽ എത്തിയിട്ടുള്ളത്. അതിനുള്ള കാരണം എന്താണെന്ന് ഞാൻ പറയാം. പക്ഷെ അതിനു മുൻപ് നമ്മൾ സിനിമകൾ കാണുമ്പോൾ നമ്മളെ ഒരുപാട് കാര്യങ്ങൾ സിനിമ പഠിപ്പിക്കുന്നുണ്ട്. അതിൽ മിക്കവാറും നമ്മളെല്ലാവർക്കും ഓർമ്മയുള്ളൊരു കാര്യമുണ്ട്. നമ്മുടെ റൺവേ സിനിമയിൽ ദിലീപേട്ടൻ പറയുന്നൊരു ഡയലോഗുണ്ട്. സ്പിരിറ്റൊക്കെ കടത്തുന്ന സമയത്താണ് ഈ ഡയലോഗ് പറയുന്നതെങ്കിലും ശരിക്കും ഭയങ്കര ഒരു ജനറൽ നോളജാണ് ദിലീപേട്ടൻ ആ സിനിമയിൽ വാളയാർ പരമശിവം നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്. അതായത് വെള്ളം 0 ഡിഗ്രി സെൽഷ്യസിലാണ് ഐസാവുക. പക്ഷേ സ്പിരിറ്റ് ഐസ് ആവണമെങ്കിൽ -112 ഡിഗ്രി സംതിങ് വേണം. അതുകൊണ്ടാണ് അത് ഐസ് ആവാഞ്ഞതെന്നൊക്കെ പറഞ്ഞത് നമ്മൾ എല്ലാവരും ഭയങ്കരമായിട്ട് നോട്ടീസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ തന്നെ പറയും കെമിസ്ട്രി പഠിച്ചുകൊണ്ടുള്ള ഗുണ എന്ന്. ആൻഡ് ആ ഒരു ഗുണമാണ് നമ്മൾ ഇന്ന് കാര്യമായിട്ടും വ്യക്തമായിട്ടും ഒക്കെ പറയാൻ പോകുന്നത്. ആൻഡ് ഈ ഒരു കല്ലക്കൻ കോഴ്സിനെ പറ്റി പറയാൻ നമ്മോടൊപ്പം എത്തിയിട്ടുള്ളത് ഒരു കല്ലക്കൻ എക്സ്പേർട്ട് കൂടിയാണ് കേട്ടോ. സോ ലെറ്റ്സ് വെൽക്കം ഡോക്ടർ ജസ്റ്റി തോമസ്. നമ്മുടെ KE കോളേജിലെ കെമിസ്ട്രി വിഭാഗത്തിൽ അസോസിയേറ്റ് പ്രൊഫസർ ആൻഡ് ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെന്റ് ആണ്. മിസ്സേ, സ്വാഗതം. നമ്മുടെ റേഡിയോ സ്റ്റേഷനിലേക്ക് ഏറ്റവും സന്തോഷത്തോടുകൂടി സ്നേഹത്തോടുകൂടി സ്വാഗതം ചെയ്യാണ് കേട്ടോ. താങ്ക് യു. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സുഖം, സന്തോഷമായി പോകുന്നു. സുഖം, സന്തോഷമായിട്ട് പോകുന്നു. സോ ഞാൻ മിസ്സിനെ കണ്ടപ്പോൾ തൊട്ട് അല്ലെങ്കിൽ നമ്മുടെ ഷോ തുടങ്ങിയപ്പോൾ തൊട്ട് മിസ് ഒരു സ്റ്റുഡൻറ്റിനെ പോലെ ഇരിക്കുക. ഞാൻ പെട്ടെന്ന് മിസ്സായ പോലെ ഒരു ഫീൽ എനിക്ക് വരുന്നു. മിസ് ഭയങ്കരമായിട്ട് ശ്രദ്ധിച്ച് എല്ലാ കാര്യങ്ങളും ഒബ്സർവ് ചെയ്തിട്ടൊക്കെയാണ് ഇരിക്കുന്നത്. ഭയങ്കര സന്തോഷത്തോടു കൂടി. എന്താണ് മിസ്സേ, എന്താണ് ഇപ്പോൾ തോന്നുന്നത്? എനിക്ക് കെമിസ്ട്രിയെ പറ്റി സംസാരിക്കാൻ കിട്ടുന്ന എല്ലാ അവസരവും എനിക്ക് വളരെ സന്തോഷമാണ്. അത് തന്നെ ആയിരിക്കും ഈ സന്തോഷത്തിന്റെ കാരണം എന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ ശരിക്കും കെമിസ്ട്രി, അതായത് നമ്മൾ മലയാളത്തിൽ പറയുമ്പോൾ രസതന്ത്രം അല്ലെ, എന്തൊരു ആപ്റ്റ് ആയിട്ടുള്ള ഒരു പേരാണ് ഈ ഒരു സബ്ജക്റ്റിന് നമ്മൾ കൊടുത്തിരിക്കുന്നതെന്ന് ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട് കേട്ടോ. കാരണം നമ്മൾ തീരെ വിചാരിക്കാത്ത കാര്യങ്ങളൊക്കെ ഭയങ്കര നാച്ചുറൽ ആയിട്ട് സംഭവിക്കുന്ന ഒരു ഫീൽഡാണ് കെമിസ്ട്രി എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഫീൽഡിനെ നമ്മുടെ ശ്രോതാക്കളിലേക്ക് അല്ലെങ്കിൽ ഈ ഒരു കോഴ്സ് ഇഷ്ടപ്പെടുന്നവരിലേക്ക് നമുക്ക് എത്തിക്കുക എന്നുള്ളൊരു മെയിൻ ലക്ഷ്യത്തോട് കൂടിയിട്ട് നമ്മുടെ ഉയരെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ നമ്മൾ ജസ്റ്റ് മിസ്സിനെ പരിചയപ്പെടുകയാണെങ്കിൽ നമ്മൾ കുറച്ച് മുൻപേ പറഞ്ഞു നമ്മുടെ KE കോളേജിലെ കെമിസ്ട്രി വിഭാഗത്തിൽ അസോസിയേറ്റ് പ്രൊഫസറാണ്, അതുപോലെ HOD ആണെന്ന്. ആൻഡ് മിസ്സിൻ്റെ ഒരു പഠന മേഖലയിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ മിസ് നമ്മുടെ കോട്ടയം ബെസേലിയസ് കോളേജിലാണ് BSc കെമിസ്ട്രി ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് കഴിഞ്ഞ് MSc കെമിസ്ട്രി ചെയ്തു, PhD ചെയ്തു. അത് കഴിഞ്ഞ് എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ പെൺകുട്ടികളുടെ ഒരു മെയിൻ സ്വപ്ന ലോകമാണ് സൗത്ത് കൊറിയ. ആ സൗത്ത് കൊറിയയിലാണ് മിസ് പോസ്റ്റ് ഡോക്ടറൽ ഫെലോഷിപ്പ് ഒക്കെ ചെയ്തത് അല്ലേ? അതെ അതെ. ഇത്രയും പഠിച്ച ഒരാള്, ഇത്രയും പഠനത്തോട് ഇഷ്ടമുള്ള ഒരാള് പഠിപ്പിക്കുന്നതിലേക്ക് കൂടി ഇറങ്ങിയിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് മിസ്സേ കെമിസ്ട്രി തന്നെ എൻ്റെ ഒരു കരിയർ ഓപ്ഷനായിട്ട് അല്ലെങ്കിൽ ഒരു ആംബിഷനായിട്ട് തിരഞ്ഞെടുക്കാനുള്ള റീസൺ? എനിക്ക് സ്കൂൾ കാലം മുതൽ തന്നെ കെമിസ്ട്രി ഒരു അത്ഭുതത്തിന്റെ ലോകമാണെന്ന് തോന്നിയിരുന്നു. ഓക്കെ. സ്കൂളിലാണ് നമ്മൾ ആദ്യമായിട്ട് 8ാം ക്ലാസ്സിലൊക്കെയാണ് നമ്മൾ ആറ്റത്തിനെ പറ്റി പഠിക്കുന്നത്. ഇപ്പോൾ ടീച്ചേഴ്സൊക്കെ കെമിസ്ട്രി പഠിപ്പിക്കുന്ന ടീച്ചേഴ്സൊക്കെ പഠിപ്പിക്കും എല്ലാ മെറ്റീരിയൽസും ഉണ്ടാക്കിയിരിക്കുന്ന ആറ്റം കൊണ്ടാണ്. അത് നമുക്ക് കാണാൻ പറ്റത്തില്ല. അതിനകത്തൊരു ന്യൂക്ലിയസ് ഉണ്ട്, അതിൽ ചുറ്റിനും ഇലക്ട്രോൺസ് എപ്പോഴും റിവോൾവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെയൊക്കെ പറഞ്ഞു തരുമ്പോൾ നമുക്കത് വളരെ ഒരു അത്ഭുതം. ഇതാണോ, ഇങ്ങനെയാണോ എല്ലാ മെറ്റീരിയൽസും ഉണ്ടാക്കിയിരിക്കുന്നത്? അങ്ങനെയൊക്കെ നമ്മളൊരു അത്ഭുതത്തിൻ്റെ ഒരു ലോകമായിരുന്നു. വീണ്ടും കുറച്ചുകൂടി നമ്മൾ ഹയർ ക്ലാസ്സിലേക്കൊക്കെ വരുമ്പോഴേക്കും നമ്മൾ പഠിക്കും ഇതെല്ലാം ഒരു ഡെഫിനറ്റ് ആയിട്ടുള്ള പ്രൊപ്പോർഷൻസിൽ ജോയിൻ ചെയ്താണ് ഈ ലോകത്തുള്ള എല്ലാ സാധനങ്ങളും ഉണ്ടാക്കിയിരിക്കുന്നത്. പിന്നെ ആ സാധനങ്ങൾ ഉണ്ടാക്കുന്ന മെറ്റീരിയലും അതുണ്ടായി വരുന്ന പ്രോഡക്റ്റുകളും തമ്മിൽ ഒരുപാട് ഡിഫറൻസ് ഉണ്ട്. എല്ലാ പ്രോപ്പർട്ടീസും വ്യത്യാസമാണ്. വളരെ കൗതുകമായിട്ട് എനിക്ക് തോന്നിയ ഒരു കാര്യം, നമ്മുടെ വെള്ളം നമ്മൾ H2O ആണ് വെള്ളം. വെള്ളം ഉണ്ടാകുന്നത് ഹൈഡ്രജനും ഓക്സിജനും കൂടി കമ്പൈൻ ചെയ്തിട്ടാണ്. ഹൈഡ്രജനെ പറ്റി നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ ഹൈഡ്രജൻ ഇസ് എ ഫ്യൂവൽ, കത്തുന്ന ഒരു സാധനമാണ്. ഒരു വാതകമാണ്. ഓക്സിജൻ എന്ന് പറയുന്നത് കത്താൻ സഹായിക്കുന്ന ഒരു സാധനം. ഓക്സിജൻ ഇല്ലെങ്കിൽ കത്താൻ പറ്റത്തില്ല. പക്ഷേ ഹൈഡ്രജനും ഓക്സിജനും കൂടി കമ്പൈൻ ചെയ്തിട്ടുണ്ടാകുന്ന വെള്ളം അത് തീ കെടുത്താൻ ഉപയോഗിക്കുന്നതാണ്. അത് വളരെ കൗതുകമല്ലേ? അങ്ങനെയാണ് നമുക്ക് ഈ കെമിസ്ട്രിയുടെ ഒരു ലോകം തന്നെ ഇങ്ങനെ ഒരു അത്ഭുതത്തിൻ്റെ കൗതുകത്തിൻ്റെ ഒരു ലോകമാണ്. പിന്നീട് നമ്മൾ ഹയർ ക്ലാസ്സുകളിലേക്കൊക്കെ കോളേജിലും PG PhD ഒക്കെ ചെയ്യുന്ന സമയത്ത് ഇപ്പോഴുള്ള എല്ലാ കണ്ടുപിടുത്തങ്ങളുടെയും ഒരു ഏറ്റവും ക്രൂഷ്യൽ റോൾസ് പ്ലേ ചെയ്യുന്നത്
കെമിസ്ട്രിയിലുള്ള നോളജുള്ള കെമിസ്ട്രി സയൻറ്റിസ്റ്റുകളാണെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ഓക്കെ മിസ്, അപ്പോൾ ഈ കാരണങ്ങൾ കൊണ്ട് തന്നെയാണ് മിസ് ഈ ഒരു ഫീൽഡിലേക്ക് വന്നിട്ടുള്ളത് അല്ലേ? ഇനിയും മിസ്സിന് പഠിക്കാൻ താല്പര്യമുണ്ടോ? എൻ്റെ ഒരു ഡൗട്ടോട് ചോദിച്ചതാട്ടോ. പഠിക്കുക എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഡിഗ്രി സർട്ടിഫിക്കറ്റ് കിട്ടുക എന്നുള്ളതിനേക്കാൾ എനിക്ക് വളരെ ഇഷ്ടമുള്ള ഒരു മേഖലയാണ് ഗവേഷണം. ഓക്കെ, നമുക്ക് അതിനെ പഠനം എന്ന് തന്നെ പറയാം എന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലാതെ ഓരോ സബ്ജക്റ്റുകളിൽ ഇങ്ങനെ ഡിഗ്രി സർട്ടിഫിക്കറ്റുകൾ മേടിക്കുക എന്നതിനേക്കാളും എനിക്ക് കെമിസ്ട്രിയിലുള്ള, ഞാനിപ്പോൾ റിസർച്ച് ചെയ്യുന്ന മേഖല നാനോ മെറ്റീരിയൽസ് ആണ്. അതിലുള്ള പുതിയ പുതിയ ആപ്ലിക്കേഷൻസിനും എങ്ങനെ സമൂഹത്തിന്, സൊസൈറ്റിക്ക് നമ്മുടെ ഈ ഒരു ഗവേഷണം പ്രയോജനപ്പെടുത്താം എന്നുള്ള ഒരു കാര്യങ്ങളെപ്പറ്റി ചിന്തിക്കാനും പഠിക്കാനുമാണ് എനിക്ക് കൂടുതൽ താല്പര്യം. ഓക്കെ, അപ്പം എന്തായാലും ആ ഒരു താല്പര്യത്തോടു കൂടി നമ്മളൊരു പാട്ടിലേക്ക് അങ്ങോട്ട് പോയല്ലോ മിസ്സേ. തീർച്ചയായും. ഓക്കെ, മിസ്സിന് പാട്ടുകൾ ഇഷ്ടമാണെന്ന് എനിക്കറിയാം. അതുകൊണ്ട് തന്നെ നമ്മളൊരു ബ്യൂട്ടിഫുൾ സോങ്ങിലേക്ക് പോകുന്നു. റേഡിയോ കേട്ടുകൊണ്ടേ ഇരുന്നുള്ളൂ. ഉയരയിൽ ഇന്ന് ഒരുപാട് രസമുള്ള ഒരു കോഴ്സിനെ പറ്റിയിട്ടാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്, കെമിസ്ട്രി. സോ കെമിസ്ട്രിയെ പറ്റി അറിയാൻ താല്പര്യമുള്ളവരും അതുപോലെ തന്നെ ഈ ഒരു മേഖലയിലേക്ക് വരാൻ ഇഷ്ടപ്പെടുന്നവരും ഡെഫിനറ്റ്ലി കേട്ടുകൊണ്ടേയിരിക്കുക. സർഗക്ഷേത്ര 89.6 FM, കാതോരം കരുതലായി കാലത്തിനൊപ്പം. 89.6 FM സർഗക്ഷേത്ര. വെൽക്കം ബാക്ക് ടു ഉയരെ, പറന്നുയരാൻ കൊതിക്കുന്നവർക്ക് ചിറകായി ഉയരെ. ഇന്ന് നമ്മോടൊപ്പം എത്തിയിട്ടുള്ളത് ഒരു സ്പെഷ്യൽ ഗസ്റ്റ് ആണ്. നമ്മുടെ കെ കോളേജിലെ കെമിസ്ട്രി വിഭാഗത്തിലെ അസോസിയേറ്റ് പ്രൊഫസർ ആൻഡ് HOD ആയിട്ടുള്ള ഡോക്ടർ ജസ്റ്റി തോമസ്. ജസ്റ്റ് മിസ്, നമ്മൾ കുറച്ച് മുൻപ് എങ്ങനെയാണ് മിസ് കെമിസ്ട്രിയിലേക്ക് വന്നത് എന്നുള്ളത് നമ്മൾ സംസാരിച്ചായിരുന്നു. ആൻഡ് ഈ ഒരു കോഴ്സിലേക്ക് നമ്മൾ കൂടുതലായിട്ട് ഇറങ്ങിച്ചെല്ലാണ്. നമ്മൾ കെ കോളേജിലേക്ക് വരാണെങ്കിൽ ഏതൊക്കെ കോഴ്സുകളാണ് കെമിസ്ട്രി വിഭാഗത്തിൽ നമ്മുടെ കെ കോളേജിൽ പ്രൊവൈഡ് ചെയ്യുന്നത്, മിസ് ഹാൻഡിൽ ചെയ്യുന്നതാണെങ്കിലും? കെ കോളേജിലെ കെമിസ്ട്രി ഡിപ്പാർട്ട്മെൻറ്റ് ഓഫർ ചെയ്യുന്ന കോഴ്സുകൾ ഒന്ന് 3 ഇയർ പ്രോഗ്രാം BSc കെമിസ്ട്രി, പിന്നെ ഇപ്പോൾ FI UGP പ്രോഗ്രാംസ് ഇൻട്രൊഡ്യൂസ് ചെയ്തതിന് ശേഷം 4 ഇയർ പ്രോഗ്രാം BSc ഓണേഴ്സ് ഉണ്ട്. വീണ്ടും പോസ്റ്റ് ഗ്രാജുവേറ്റ് കോഴ്സ് MSc അനലിറ്റിക്കൽ കെമിസ്ട്രിയിലാണ്. 2014 മുതൽ കെ കോളേജിലെ കെമിസ്ട്രി ഡിപ്പാർട്ട്മെൻറ്റ് ഒരു അപ്രൂവ്ഡ് റിസർച്ച് സെൻ്ററാണ്. അപ്പോൾ PhD കോഴ്സുകളും കെമിസ്ട്രി ഡിപ്പാർട്ട്മെൻറ്റ് ഓഫർ ചെയ്യുന്നുണ്ട്. ഇതോടൊപ്പം തന്നെ കെമിസ്ട്രി ഡിപ്പാർട്ട്മെൻറ്റ് ഓഫർ ചെയ്യുന്ന ഡിപ്ലോമ സർട്ടിഫിക്കറ്റ് കോഴ്സുകളുമുണ്ട്. അത് ഒന്ന് വാട്ടർ അനാലിസിസ് കോഴ്സാണ്. അത് കുട്ടികൾക്ക് കെമിസ്ട്രി പഠനത്തോടൊപ്പം തന്നെ പഠിക്കാൻ വേണ്ടി ഞങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ഓഫർ ചെയ്യുന്ന കോഴ്സുകളാണ് വാട്ടർ അനാലിസിസ് കോഴ്സ്, അതുപോലെ തന്നെ ഫൈറ്റോ കെമിക്കൽ അനാലിസിസിൻ്റെ കോഴ്സ്. ഇത് രണ്ടും കുട്ടികൾക്ക് ജോബ് ഓപ്പർച്യൂണിറ്റീസ് കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ട് സപ്പോർട്ടിംഗ് ആയിട്ടുള്ള കോഴ്സുകളാണ്. ഇതും നമ്മൾ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ഓഫർ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഗ്രേറ്റ്. അപ്പോൾ നമുക്കൊരു പാട്ട് ഇങ്ങോട്ട് കേട്ടാലോ? കേൾക്കാം. ഓക്കെ, അപ്പോൾ പാട്ട് കേട്ടിട്ട് ബാക്കി വിശേഷങ്ങൾ നമ്മൾ കേൾക്കാൻ റെഡി ആയിട്ടിരിക്കണം. കേട്ടുകൊണ്ടേയിരിക്കൂ. കെമിസ്ട്രി എന്ന് പറയുന്ന ഈ വലിയ ലോകത്തിന്റെ വിശേഷങ്ങൾ തീരുന്നില്ല. ഉയരെയാണ്, പറന്നുയരാൻ കൊതിക്കുന്നവർക്ക് ചിറകായി ഉയരെ. 89.6 FM സർഗക്ഷേത്ര. വെൽക്കം ബാക്ക് ടു ഉയരെ, പറന്നുയരാൻ കൊതിക്കുന്നവർക്ക് ചിറകായി ഉയരെ. ഇന്ന് നമ്മൾ ഈ ഉയരയിലൂടെ അറിയാനായിട്ട് പോകുന്നത്, മനസ്സിലാക്കാനായിട്ട് പോകുന്നത് രസതന്ത്രത്തെ പറ്റിയിട്ടാണ് കേട്ടോ. കെമിസ്ട്രി എന്ന് പറയുന്നത് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിട്ടുള്ള ഒരു ഫീൽഡ് തന്നെയാണ്. ആ ഒരു ഫീൽഡിലേക്ക് താല്പര്യമുള്ളവർക്ക് ഡെഫിനറ്റ്ലി ഇന്നത്തെ ഉയരെ അവർക്ക് വലിയൊരു സൊല്യൂഷൻ ആയിരിക്കും, അല്ലെങ്കിൽ വലിയൊരു ആൻസർ തന്നെയായിരിക്കും എന്നുള്ളതിൽ എനിക്ക് നോ ഡൗട്ട്സ്. ആൻഡ് നമ്മോടൊപ്പം ഇന്ന് കുറേയധികം കാര്യങ്ങൾ, പ്രത്യേകിച്ച് ഈ ഒരു മേഖലയെ നമുക്ക് കൂടുതലായിട്ട് പരിചയപ്പെടുത്താൻ എത്തിയിട്ടുള്ളത് മാന്നാനം കെ കോളേജിലെ കെമിസ്ട്രി വിഭാഗത്തിലെ അസോസിയേറ്റ് പ്രൊഫസർ ആൻഡ് HOD ആയിട്ടുള്ള ഡോക്ടർ ജസ്റ്റി തോമസ് ആണ്. ജസ്റ്റി മിസ്സേ, നമ്മൾ കുറച്ച് മുൻപ് കെമിസ്ട്രി വിഭാഗത്തിലെ ഏതൊക്കെ കോഴ്സുകളാണ് കെ കോളേജിൽ പ്രൊവൈഡ് ചെയ്യുന്നതെന്ന് സംസാരിച്ചു അല്ലേ? ഇനി നമ്മൾ കൂടുതലായിട്ട് എല്ലാ കുട്ടികൾക്കും അറിയാൻ താല്പര്യമുള്ള ഒരു കാര്യമുണ്ട്. കാരണം ഏതൊരു വിഷയം പഠിക്കുകയാണെങ്കിലും അവരുടെ ഒരു അൾട്ടിമേറ്റ് എയിം എന്ന് പറയുന്നത് ഒരു ജോലി തന്നെയായിരിക്കും അല്ലേ? അവരുടെ ഒരു കരിയർ സെക്യൂർ ചെയ്യാൻ വേണ്ടിയിട്ട് ഏതൊരു വിദ്യാർത്ഥിയാണെങ്കിലും കുറേയധികം റിസർച്ച് ചെയ്യും. ഏത് കോഴ്സ് എടുത്താലാണ് ഞാൻ എൻ്റെ ഒരു ഇഷ്ട മേഖലയിലേക്ക് എത്തുക, അങ്ങനെ അവർ പഠിച്ച് കുറേ കാര്യങ്ങളിലേക്ക് എത്തും. പക്ഷേ നമ്മളിപ്പോൾ ഇന്ന് കെമിസ്ട്രിയിലേക്ക് കൂടുതൽ ഫോക്കസ് ചെയ്യുന്ന സമയത്ത് ഒരു വിദ്യാർത്ഥി, ആ വിദ്യാർത്ഥി ഇപ്പോൾ BSc കെമിസ്ട്രി ആവട്ടെ, അല്ലെങ്കിൽ MSc കെമിസ്ട്രി ആവട്ടെ, അല്ലെങ്കിൽ PhD ചെയ്തൊരു കുട്ടിയാവട്ടെ, ഇവർക്ക് ഭാവിയിൽ ഏതൊക്കെ ജോലി സാധ്യതകളാണ് ലഭിക്കാനുള്ള സാധ്യതകളുള്ളത്? ഈ കെമിസ്ട്രിയുടെ ജോലി സാധ്യത എന്ന് പറഞ്ഞ ഒരു വളരെ ഡൈവേഴ്സ് ഓപ്പർച്യൂണിറ്റീസ് തരുന്ന ഒരു സബ്ജക്റ്റാണ് കെമിസ്ട്രി. ഈ പല മേഖലകൾ എന്ന് പറയുമ്പോൾ അതിനകത്ത് പ്രധാനപ്പെട്ട മേഖലകളിൽ ഒന്നാണ് ഇൻഡസ്ട്രീസ്, വ്യവസായ മേഖല. രണ്ടാമത് പറഞ്ഞാൽ അധ്യാപനം,
പിന്നെ ഗവേഷണം. ഓക്കെ. അപ്പോൾ ആദ്യം പറഞ്ഞത് തന്നെ എടുത്താൽ ഇൻഡസ്ട്രീസ് തന്നെ നമ്മൾ അതിനെപ്പറ്റി പറയുകയാണെങ്കിൽ ഓരോ ദിവസവും നമുക്ക് നോക്കിയാൽ എല്ലാ ഏരിയാസിലും നമ്മുടെ ഒരു ഡെയിലി ലൈഫുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള എല്ലാ മേഖലകളിലും ഒരുപാട് ഡെവലപ്മെൻറ്റ്സ് വരുന്നുണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഫാർമസ്യൂട്ടിക്കൽസ്, മെഡിസിൻസ്, ഡ്രഗ് ഇൻഡസ്ട്രി, പെട്രോളിയം, കോസ്മെറ്റിക്സ് ഒക്കെയാണ് ഫാസ്റ്റ് ഡെവലപ്പിംഗ് അഡ്വാൻസ്മെൻറ്റ്സ് വരുന്ന ഏരിയയാണ്. ഇവിടെയെല്ലാം ഒരു ക്രൂഷ്യൽ റോൾ പ്ലേ ചെയ്യുന്നത് കെമിസ്ട്രിയിൽ അറിവുള്ള ആൾക്കാർ തന്നെയാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഈ ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രീസ് പറഞ്ഞാൽ ഒരുപാട് ഡ്രഗ്സുകൾ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്, ഡ്രഗ്സിൻ്റെ മോഡിഫിക്കേഷൻസ് വരുത്തുന്നുണ്ട്. അവിടെയെല്ലാം കെമിസ്ട്രിയിലുള്ള അറിവാണ് കൂടുതലും മറ്റുള്ള മേഖലകളേക്കാൾ പ്രയോജനപ്പെടുന്നത്. ഒരിക്കലും നമുക്കൊരു സബ്ജക്റ്റ് മാത്രം എന്ന് പറയാൻ പറ്റില്ല, ബിക്കോസ് എല്ലാം കൂടിയുള്ള ഒരു കോമ്പിനേഷൻ ആണെങ്കിലും ഒരു പ്രൊഡക്ഷൻ ഉണ്ടാവുള്ളൂ. അതുപോലെ തന്നെ ടയർ മാനുഫാക്ചറിങ് ഇൻഡസ്ട്രീസ്, നമ്മുടെ കെ കോളേജിൽ നിന്നുള്ള കുട്ടികളൊക്കെ ഒരുപാട് കുട്ടികൾ വർക്ക് ചെയ്യുന്ന ഒരു ഇൻഡസ്ട്രി, ടൈപ്പ് ഓഫ് ഇൻഡസ്ട്രിയാണ് ഈ ടയർ ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. അതുപോലെ പെയിൻറ് ഇൻഡസ്ട്രി, സിമെൻറ്റ് ഇൻഡസ്ട്രി, ഇവിടെയെല്ലാം ഈ ഇൻഡസ്ട്രീസിൽ ഒക്കെ BSc കെമിസ്ട്രി, MSc കെമിസ്ട്രി, PhD കെമിസ്ട്രിക്കാരൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട്. PhD ഒക്കെ കഴിഞ്ഞിട്ടുള്ള സ്റ്റുഡൻസ് ഒക്കെ വർക്ക് ചെയ്യുന്നത് സയൻറ്റിസ്റ്റ് പോസ്റ്റിൽ തന്നെയാണ്. അതുപോലെ പിന്നെ വരുന്ന ഒരു മേഖലയാണ് എൻവയോൺമെൻറ്റൽ സയൻസ്. ഇപ്പോൾ ഗവൺമെൻറ് സെക്ടറിൽ തന്നെ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ്, അതുപോലെ വേസ്റ്റ് മാനേജ്മെൻറ്റ്, ഫോറൻസിക് സയൻസ് ഡിപ്പാർട്ട്മെൻറ്റ്, ക്രൈം ഇൻവെസ്റ്റിഗേഷൻസിലൊക്കെ കെമിസ്ട്രി ഗ്രാജുവേറ്റ്സും പോസ്റ്റ് ഗ്രാജുവേറ്റ്സും ഒക്കെ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പം നമ്മുടെ കോളേജിൽ നിന്നുള്ള നമ്മുടെ അലുമിനി ഒക്കെ ഫോറൻസിക് ഡിപ്പാർട്ട്മെൻറ്റിലൊക്കെ വർക്ക് ചെയ്യുന്ന ഒരുപാട് കുട്ടികളുണ്ട്. പിന്നീടുള്ള ഒരു എല്ലാ കോഴ്സുകൾക്കും ഉള്ളതുപോലെ തന്നെയുള്ള ഒരു എല്ലാവരും പ്രിഫർ ചെയ്യുന്ന ഒരു മേഖല തന്നെയാണ് അധ്യാപനം, സ്കൂൾ, കോളേജ് അധ്യാപന മേഖലകൾ. പിന്നീട് ഏറ്റവും കൂടുതൽ ഓപ്പർച്യൂണിറ്റി ഉള്ള ഒരു മേഖലയാണ് റിസർച്ച്, ഗവേഷണം. അപ്പോൾ കെമിസ്ട്രി പഠിച്ച ആൾക്കാർ PhD ഇൻ കെമിസ്ട്രി അല്ലെങ്കിൽ MSc ഇൻ കെമിസ്ട്രി കഴിഞ്ഞതിന് ശേഷം അവർ PhD ഇൻ കെമിസ്ട്രിക്ക് പോകുമ്പോൾ PhD ഇൻ കെമിസ്ട്രി സ്ട്രെയിറ്റ് അവേ ദേ ക്യാൻ ഗോ. അതുപോലെ നമ്മൾ ഗവേഷണം എന്ന് പറയുമ്പോൾ അതൊരിക്കലും ഒരു പെർട്ടിക്കുലർ സബ്ജക്റ്റിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നില്ല. ഇറ്റ് വിൽ ബി ഓൾവേസ് ഇന്റർ ഡിസിപ്ലിനറി ഓർ മൾട്ടി ഡിസിപ്ലിനറി. ഇപ്പോൾ കെമിസ്ട്രി പഠിച്ച ആൾക്കാർക്ക് ഫോറൻസിക് സയൻസിൽ റിസർച്ച് ചെയ്യാം, മെഡിസിനൽ കെമിസ്ട്രിയിൽ റിസർച്ച് ചെയ്യാം, നാനോ മെറ്റീരിയൽസിൽ റിസർച്ച് ചെയ്യും. ഇപ്പം ഏറ്റവും കൂടുതൽ ഒരു ഡെവലപ്മെൻറ്റ് വരുന്ന ഒരു ഏരിയ ഓഫ് റിസർച്ചാണ് നാനോ മെറ്റീരിയൽസ്. ഒരുപാട് ആപ്ലിക്കേഷൻസ് ഉള്ളതാണ്. അവിടെയും കൂടുതൽ ആൾക്കാരും ഈ മേഖലയിലേക്ക് തിരിയുന്നവർ ഒരുപാട് പേര് കെമിസ്ട്രിക്കാർ തന്നെയാണ്. അപ്പോൾ ഈ വൈവിധ്യമാർന്ന മേഖലകളിൽ കെമിസ്ട്രി ഗവേഷണം നടക്കുന്നുണ്ട്. അതുപോലെ കമ്പ്യൂട്ടേഷണൽ കെമിസ്ട്രി, ഇതെല്ലാം ഡിസൈനിങ്ങിലെല്ലാം വരുന്നതാണ്. ഡ്രഗ് ഡിസൈൻ, ഓരോ മോളിക്യൂൾ ഡിസൈൻ ചെയ്തതിന് ശേഷമാണല്ലോ പല മോളിക്യൂൾസിൻ്റെയും പ്രൊഡക്ഷൻ നടത്തുന്നത്. അപ്പോൾ ആ സമയങ്ങളിലൊക്കെ ഈ കെമിസ്ട്രിയിലുള്ള അറിവാണ് ഒരുപാട് ഇൻഡസ്ട്രീസ് പ്രയോജനപ്പെടുത്തുന്നത്. ഓക്കെ. അപ്പം മിസ് പറഞ്ഞപ്പോൾ ഞാൻ ശ്രദ്ധിക്കായിരുന്നു എത്ര തലത്തിലാണ് അല്ലെങ്കിൽ എത്ര രീതിയിലാണ് ഈ ഒരു കോഴ്സിലേക്ക് ഒരു വിദ്യാർത്ഥി വന്നു കഴിഞ്ഞാൽ ആ ഒരു കുട്ടിയുടെ ഭാവി സെക്യൂർ ആവാനായിട്ട് പോകുന്നതെന്ന്. അത്രയും സ്നേഹത്തോടു കൂടി അല്ലെങ്കിൽ അത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ളൊരു ലവ് ആണ് നിങ്ങൾക്ക് ഈ ഒരു ഫീൽഡിനോടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നല്ലൊരു മേഖലയിലേക്ക് നമുക്ക് എത്തിപ്പെടാനായിട്ട് സാധിക്കും എന്നുള്ളത് തന്നെയാണ് മിസ് ഇപ്പം നമുക്ക് പ്രൂവ് ചെയ്ത് തന്നിട്ടുള്ളതും. അപ്പം നമുക്കൊരു പാട്ട് ഇങ്ങോട്ട് കേട്ടാലോ? കേൾക്കാം. ഓക്കെ. അപ്പോൾ പാട്ട് കേട്ടിട്ട് ബാക്കി വിശേഷങ്ങൾ നമ്മൾ കേൾക്കാൻ റെഡി ആയിട്ടിരിക്കണം. കേട്ടോണ്ടേയിരിക്കും സർഗിക് ക്ഷേത്ര 89.6 FM ഉയരെയാണ് പറന്നുയരാൻ കൊതിക്കുന്നവർക്ക് ചിറകായി ഉയരെ. 89.6 FM സർഗിക് ക്ഷേത്ര. Listening to സർഗിക് ക്ഷേത്ര 89.6 FM കാതോരം കരുതലായി. കാലത്തിനൊപ്പം നമ്മോടൊപ്പം ഇന്ന് എത്തിയിട്ടുള്ളത് ഡോക്ടർ ജസ്റ്റി തോമസ് ആണ്. ജസ്റ്റി മാം നമ്മുടെ മാന്നാനം K കോളേജിലെ കെമിസ്ട്രി വിഭാഗത്തിൽ അസോസിയേറ്റ് പ്രൊഫസറാണ്, HOD ആണ്. ആൻഡ് നമ്മൾ ഇന്ന് കെമിസ്ട്രിയെ പറ്റി കൂടുതൽ രസം കലർന്ന കുറേയധികം കാര്യങ്ങൾ, ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറേയധികം കാര്യങ്ങൾ അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് കെമിസ്ട്രിയെ ഇഷ്ടപ്പെടുന്നവരുണ്ടെങ്കിൽ ഒന്ന് പ്രത്യേകം ശ്രദ്ധിച്ചോളൂ, കാരണം വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഡൗട്ടാണ് ഇനി എനിക്കുള്ളത് കേട്ടോ. മിസ്സേ, ഞാൻ ചോദിച്ചോട്ടെ? ചോദിച്ചോളൂ. നമ്മൾ ഇപ്പോൾ കെമിസ്ട്രിയിൽ ഏതെങ്കിലും തരത്തിൽ റിസർച്ച് ചെയ്യാൻ ആഗ്രഹിക്കുന്ന കുട്ടികളുണ്ടാവും, അല്ലെങ്കിൽ PhD ചെയ്യാൻ ആഗ്രഹിക്കുന്ന കുട്ടികളുണ്ടാവും. ഇവർ കുറേയധികം സ്റ്റെപ്സിലൂടെ കടന്നു പോകേണ്ടതുണ്ട്. പക്ഷെ എന്തൊക്കെയാണ് കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്റ്റുഡൻറ്റ് ചെയ്യേണ്ട ഫസ്റ്റ് സ്റ്റെപ്പ് അല്ലെങ്കിൽ പിന്നീടുള്ള കാര്യങ്ങൾ? ഒരു PhD അല്ലെങ്കിൽ ഒരു ഗവേഷണ മേഖലയിലേക്ക് കടന്നു വരാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾ
അതിൻ്റെ ഒരു ബേസിക് അല്ലെങ്കിൽ മിനിമം റിക്വയർമെൻ്റ് എന്ന് പറയുന്നത് ഒരു പോസ്റ്റ് ഗ്രാജുവേഷൻ തന്നെയാണ്. MSc കെമിസ്ട്രി വേണം. അതിനുശേഷം നമ്മുടെ UGC CSIR നടത്തുന്ന നാഷണൽ എലിജിബിലിറ്റി ടെസ്റ്റ് ഉണ്ട്. ആ ടെസ്റ്റിൽ JRF ക്വാളിഫൈ ചെയ്താൽ യു വിൽ ഗെറ്റ് റീസണബിളി ഗുഡ് എമൗണ്ട് ഓഫ് ഫെലോഷിപ്പ്. അപ്പോൾ ആ ഫെലോഷിപ്പ് ഉണ്ട്. അതുകൂടാതെ തന്നെ കണ്ടിൻജൻസി ഗ്രാൻഡുമുണ്ട്. നമുക്ക് ബാക്കി കെമിക്കൽസ് അനാലിസിസ് ഇതിനെല്ലാം ചെയ്യാനുള്ള ഗ്രാൻഡ് കിട്ടും ആ ടെസ്റ്റ് ക്വാളിഫൈ ചെയ്ത്. അതോടൊപ്പം തന്നെ PhDക്ക് നമുക്ക് രജിസ്റ്റർ ചെയ്യാം. പിന്നെ ഇപ്പോൾ പുതിയത് UGC നാഷണൽ എലിജിബിലിറ്റി ടെസ്റ്റിൽ PhD ഓൺലി അതിൻ്റെ ഒരു കട്ട് ഓഫ് മാർക്ക് കുറച്ചിട്ടുണ്ട്. അവർക്ക് ഫെലോഷിപ്പ് കിട്ടത്തില്ല. PhD ഓൺലി ക്വാളിഫൈഡ് സ്റ്റുഡൻസ് എന്ന് പറഞ്ഞ് ഒരു കാര്യം വളരെ റീസെൻ്റ് ആയിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തതാണ്. അപ്പോൾ ഫെലോഷിപ്പ് കിട്ടത്തില്ല, UGC അല്ലെങ്കിൽ CSIR കൊടുക്കുന്ന ഫെലോഷിപ്പ് കിട്ടത്തില്ല, ബട്ട് ദേ ക്യാൻ രജിസ്റ്റർ ഫോർ PhD. പക്ഷേ അവർക്ക് ഫെലോഷിപ്പുകൾ കിട്ടാൻ യൂണിവേഴ്സിറ്റി തലത്തിൽ നിന്നുള്ള ഫെലോഷിപ്പുകളുണ്ട്, അത് അവൈൽ ചെയ്യാം. അതുപോലെ തന്നെ അവർ വർക്ക് ചെയ്യുന്നത് റിസർച്ച് പ്രോജക്റ്റുകളിലാണെങ്കിൽ, അതായത് യൂണിവേഴ്സിറ്റികളിലും IITs IISc അതുപോലെ വേറെ ഇൻഡസ്ട്രീസ്, അവിടെയൊക്കെ റിസർച്ച് നടക്കുന്ന ഇൻഡസ്ട്രീസ്, അവിടെയൊക്കെ റിസർച്ച് പ്രോജക്റ്റുകൾ കാണും. ആ പ്രോജക്റ്റുകളിൽ അവർക്ക് ജോയിൻ ചെയ്യാം. അവർക്ക് സാലറി അല്ലെ ഫെലോഷിപ്പായിട്ട് അവർക്ക് എമൗണ്ട് കിട്ടും. അവർക്ക് അവരുടെ റിസർച്ച് ചെയ്യുന്ന ആ ഗവേഷണത്തിൻ്റെ ഫലങ്ങൾ, റിസർച്ച് ഔട്ട്പുട്ട്സ് അവർക്ക് PhD ആയിട്ട് അവർക്ക് ചെയ്യാൻ പറ്റും, സബ്മിറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ അതോടൊപ്പം ഇനിയും നെറ്റ് ഗേറ്റ് ഒക്കെ അതൊരു ഇന്ത്യയിൽ PhD ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. പിന്നെ നമ്മുടെ കോളേജിൽ നിന്നൊക്കെ ഒരുപാട് കുട്ടികൾ പുറത്തുള്ള ഫോറിൻ കൺട്രീസിൽ റിസർച്ച് ചെയ്യാൻ പോയിട്ടുണ്ട്. ഇപ്പോൾ സൗത്ത് കൊറിയ, USA, ജർമ്മനി, ഇവിടെയൊക്കെ റിസർച്ച് ചെയ്യുന്നുണ്ട്. വളരെ ക്വാളിറ്റി റിസർച്ച് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. അവിടെ അവർക്കൊരിക്കലും നെറ്റ് അല്ലെങ്കിൽ ഗേറ്റ് വേണമെന്ന് നിർബന്ധമില്ല. അപ്പം അതിൻ്റെ കൂടെ ഒപ്പം തന്നെ ഒരു കാര്യം പറയട്ടെ, ഗേറ്റ് എന്ന് പറയുന്ന ഒരു ടെസ്റ്റ് ക്വാളിഫൈ ചെയ്താൽ ഏഷ്യൻ കൺട്രീസിൽ അതിനൊരു പ്രയോറിറ്റി ഉണ്ട്. സ്റ്റുഡൻസിനെ അവർ സെലക്ട് ചെയ്യുമ്പോൾ ഒരു പ്രിഫറൻസ് അവർ കൊടുക്കാറുണ്ട് യൂഷ്വലി. അതൊരു ജനറൽ റൂളല്ല, പക്ഷേ അവിടെയുള്ള റിസർച്ച് ഗൈഡ്സ് അല്ലെ പ്രൊഫസേഴ്സ് എപ്പോഴും ഗേറ്റിനൊരു ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. പിന്നെ അവർക്ക് ഈ ഫോറിൻ കൺട്രീസിലൊക്കെ പോയി റിസർച്ച് ചെയ്യുന്നവർ, അതുപോലെ തന്നെ ഈ പ്രോജക്റ്റുകളിൽ റിസർച്ച് ചെയ്യാൻ പോകുന്നവർ, അവരൊക്കെ ശ്രദ്ധിക്കേണ്ട, എൻ്റെ അഭിപ്രായത്തിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ MSc കോഴ്സിനോടനുബന്ധിച്ച് അവിടെ ഒരു റിസർച്ച് പ്രോജക്റ്റ് മാൻഡേറ്ററിയാണ്. ആ പ്രോജക്റ്റ് നല്ലൊരു പ്രോജക്റ്റ് ചെയ്യുക. അതുപോലെ തന്നെ പറ്റുമെങ്കിൽ ഒരു പബ്ലിക്കേഷൻ ഉണ്ടാക്കുക. പബ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഒരു 6 months കൊണ്ടോ 1 year കൊണ്ടോ ഒരു വളരെ വലിയ പബ്ലിക്കേഷൻസ് ഒക്കെ ഉണ്ടാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ബട്ട് ഈവൻ ഇഫ് ഇറ്റ് ഈസ് എൻ ആവറേജ് ടൈപ്പ് ഓഫ് പബ്ലിക്കേഷൻ, അതിൻ്റെ ഇമ്പാക്റ്റ് ഈസ് വെരി ബിഗ്. അപ്പോൾ അങ്ങനെ ഒരു പബ്ലിക്കേഷൻസ് ഉണ്ടെങ്കിൽ ഒരാളെ പ്രോജക്റ്റിലേക്ക് എടുക്കാൻ, ഒരു ഇൻ്റർവ്യൂ നടത്തുമ്പോൾ ഒരു പ്രൊഫസർ ഒരു പ്രോജക്റ്റ് ഉണ്ട്, ആ പ്രോജക്റ്റിലേക്ക് എടുക്കാൻ അവർക്ക് വളരെ താല്പര്യമായിരിക്കും. ബിക്കോസ് അവർക്കൊരു ധാരണ വരും, ദേ ക്യാൻ ഹാൻഡിൽ ദ പ്രോജക്റ്റ്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ, അതുപോലെ ഈ പ്രോജക്റ്റുകൾ നന്നായിട്ട് ചെയ്താൽ, ഈവൻ ഇഫ് നെറ്റ് ഗേറ്റ് ക്വാളിഫൈ ചെയ്തില്ലെങ്കിൽ പോലും പല ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലും യൂണിവേഴ്സിറ്റികളിലും ഇൻഡസ്ട്രീസിലുമൊക്കെ നമുക്ക് റിസർച്ച് ചെയ്യാൻ വേണ്ടി, PhD ചെയ്യാൻ വേണ്ടി ജോയിൻ ചെയ്യാൻ പറ്റും. അപ്പോൾ അതിന് അവരവരുടെ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ കുറച്ച് റൂൾസുകൾ കാണും. അവരുടെ ടെസ്റ്റുകൾ ക്വാളിഫൈ ചെയ്യണം, അങ്ങനെയുള്ള റൂൾസുകൾ കാണും. ആ ക്വാളിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ആ ടെസ്റ്റുകളൊക്കെ കമ്പാരിറ്റീവ്ലി ഈസി ആയിരിക്കും നെറ്റിനേക്കാളും ഗേറ്റിനേക്കാളും ഒക്കെ. അപ്പോൾ ഫെലോഷിപ്പ് കിട്ടും, നമുക്ക് PhD കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. അതിനുശേഷം ഇത് തുടരണമെന്നുള്ളവർക്ക് പോസ്റ്റ് ഡോക്ടറൽ ഫെലോഷിപ്പിനും ഒക്കെ അപ്ലൈ ചെയ്യാം. അതൊക്കെ കിട്ടാൻ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല. ഓക്കെ മിസ്സേ, അപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കേട്ടോ മിസ് ഇപ്പോൾ പറഞ്ഞത്. പ്രത്യേകിച്ച് ഈ ഒരു മേഖലയോട് ഇൻട്രസ്റ്റ് ഉള്ളവർ വളരെ കാര്യമായിട്ട് തന്നെ അടുത്തത് എന്താണ് എന്നെ ചോദിക്കാൻ പോകുന്നത് എന്നുള്ളതും മിസ് എന്താണ് അതിന് ഉത്തരം പറയാൻ പോകുന്നത് എന്നുള്ളതും ഡൗട്ടായിട്ടിരിക്കുന്നുണ്ട്. ആ ഒരു ഡൗട്ടിന് ആൻസർ ആയിട്ട് ഇപ്പോൾ തൽക്കാലത്തേക്ക് നമുക്കൊരു പാട്ട് അങ്ങോട്ട് വെച്ചു കൊടുത്തേക്കാം അല്ലേ? അപ്പോൾ പാട്ടിന് ശേഷം നമ്മൾ ഇനി കാര്യമായിട്ടുള്ള കുറച്ചധികം കാര്യങ്ങൾ കൂടി പറയാനുണ്ട്. കാരണം എല്ലാം കെമിസ്ട്രി എന്ന് പറയുമ്പോൾ മാറ്ററിനെ സംബന്ധിച്ചുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണല്ലോ. അപ്പോൾ പാട്ടുകൾ വരുന്നുണ്ട്. പാട്ടുകൾക്ക് ശേഷം നമ്മളും തിരിച്ചെത്തും. സർഗക്ഷേത്ര 89.6 FM ഉയരെയാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. പറന്നുയരാൻ കൊതിക്കുന്നവർക്ക് ചിറകായി ഉയരെ. 89.6 FM സർഗക്ഷേത്ര. വെൽക്കം ബാക്ക് ടു ഉയരെ. പറന്നുയരാൻ കൊതിക്കുന്നവർക്ക് ചിറകായി ഉയരെ. കെമിസ്ട്രി എന്ന് പറയുന്ന വലിയൊരു ലോകത്തിലേക്കാണ് നമ്മൾ ഇന്ന് ഉയരെ കൊണ്ടെത്തിച്ചിട്ടുള്ളത്. ആൻഡ് ഈ ഒരു ലോകത്തിൽ നമ്മളെ ഗൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എത്തിയിട്ടുള്ളത് നമ്മുടെ സ്വന്തം മാന്നാനം കോളേജിലെ
കെമിസ്ട്രി വിഭാഗത്തിലെ അസോസിയേറ്റ് പ്രൊഫസറും HOD-യുമായിട്ടുള്ള ഡോക്ടർ ജസ്റ്റി തോമസ് ആണ്. മിസ്സേ, നമ്മൾ കുറച്ച് മുൻപ് ഗവേഷണങ്ങളെ പറ്റി, അതായത് ഗവേഷണം നടത്താൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ ചെയ്യേണ്ട കാര്യങ്ങളും അല്ലെങ്കിൽ കെമിസ്ട്രിയിലുള്ള ജോലി സാധ്യതകളെ പറ്റിയിട്ടും കോഴ്സുകളെ പറ്റിയിട്ടും ഒക്കെ കാര്യമായിട്ടും വിശദമായിട്ടും നമ്മൾ മനസ്സിലാക്കി അല്ലേ. പക്ഷേ ഇനി നമ്മൾ മിസ്സിലേക്ക് ഒന്ന് വരാണ് കേട്ടോ. മിസ്സ് കുറേയധികം റിസർച്ച് ചെയ്യുന്ന ഒരു പേഴ്സൺ ആണ്, നമുക്കറിയാം. അതുകൊണ്ട് തന്നെ മിസ്സിൻ്റെ ഫൈൻഡിങ്സിനെ പറ്റി നമുക്കൊന്ന് പറഞ്ഞു തരും. എങ്ങനെയാണ് ഇതിൻ്റെ ഒരു പ്രോസസ്സ് എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പ്രോസസ്സ് എന്നറിയാൻ നമുക്ക് താല്പര്യമുണ്ട്. ഇപ്പോൾ ഞങ്ങളുടെ ഫൈൻഡിങ്സ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ കൂടുതലും കോൺസെൻട്രേറ്റ് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് നോവൽ മെറ്റീരിയൽസ് ആണ്. ഓക്കെ. അതിൽ തന്നെ കൂടുതലും നാനോ സൈസ്ഡ് ആയിട്ടുള്ള നാനോ മെറ്റീരിയൽസ് ആണ് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. ഇതെല്ലാം എൻവയോൺമെൻ്റൽ ആപ്ലിക്കേഷൻസ് ഉള്ളതാണ്. ഇപ്പോൾ ഒരു ടൈപ്പ് മെറ്റീരിയൽ ഫോർ എക്സാമ്പിൾ ഞാൻ പറഞ്ഞാൽ, വി ഹാവ് ഡെവലപ്ഡ് സം നാനോ ഫോട്ടോ കാറ്റലിസ്റ്റ്. ഈ ഫോട്ടോ കാറ്റലിസ്റ്റ് ഇറ്റ് ക്യാൻ ഡീഗ്രേഡ് പെർസിസ്റ്റൻ്റ് ഓർഗാനിക് പൊള്യൂട്ടൻസ് ഇൻ വാട്ടർ. ഓക്കെ. പ്രസൻറ്റ് ഇൻ വാട്ടർ. അപ്പോൾ ആ വെള്ളത്തിലുള്ള പെർസിസ്റ്റൻ്റ് ഓർഗാനിക് പൊള്യൂട്ടൻസ് പറഞ്ഞാൽ ഫോർ എക്സാമ്പിൾ എൻഡോസൾഫാൻ പോലെയുള്ള നമ്മുടെ പെസ്റ്റിസൈഡ്സ്, ഇൻസെക്ടിസൈഡ്സ് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമ്മുടെ വെള്ളത്തിലൊക്കെ ഉണ്ട്. നമ്മളതിൻ്റെ അഡ്വേഴ്സ് ഇഫക്ട്സ് ഒക്കെ നമുക്കറിയാവുന്നതുമാണ്. അപ്പോൾ അത് വെള്ളത്തിൽ നിന്ന് സൂര്യപ്രകാശത്തിൻ്റെ സാന്നിധ്യത്തിൽ അതിനെ ഡീഗ്രേഡ് ചെയ്ത് നോൺ ടോക്സിക് പ്രോഡക്റ്റാക്കി മാറ്റി ഈ വെള്ളത്തെ ശുദ്ധമായ വെള്ളമാക്കി മാറ്റുന്ന അതിന് കേപ്പബിലിറ്റി ഉള്ള ഒരു നാനോ മെറ്റീരിയൽ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അത് നമ്മൾ ഇൻ്റർനാഷണൽ ജേർണൽസിലൊക്കെ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. പല ഇൻ്റർനാഷണൽ കോൺഫറൻസിലും നമ്മൾ വർക്കുകൾ പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നീട് നമ്മൾ ചെയ്ത വേറൊരു മെറ്റീരിയൽ ഡെവലപ്പ് ചെയ്തത് കൂൾ പിഗ്മെൻ്റ് ആണ്. ഓക്കെ. കൂൾ പിഗ്മെൻ്റ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഡെവലപ്പ് ചെയ്ത പിഗ്മെൻ്റ് ഒരു യെല്ലോ പിഗ്മെൻ്റ് ആണ്. ആ യെല്ലോ പിഗ്മെൻ്റ് ഇപ്പോൾ കൊമേഴ്ഷ്യലി അവൈലബിൾ യെല്ലോ പിഗ്മെൻ്റ് സിർക്കോൺ യെല്ലോ എന്ന് പറയുന്ന ഒരു ഇനോർഗാനിക് പിഗ്മെൻ്റ് ഉണ്ട്. പിഗ്മെൻ്റ് അതിൻ്റെ ഒരു നമ്മൾ കളർ കോർഡിനേറ്റ്സ് എന്ന് പറയും, B സ്റ്റാർ വാല്യൂ അത് 43 ആണ്. ഞങ്ങൾ ഡെവലപ്പ് ചെയ്ത ആ മെറ്റീരിയലിൻ്റെ B സ്റ്റാർ വാല്യൂ എന്ന് പറയുന്നത് 50 ആണ്. ദാറ്റ് മീൻസ് ഇറ്റ് ഈസ് മച്ച് ബെറ്റർ ദാൻ ദ കൊമേഴ്ഷ്യലി അവൈലബിൾ പിഗ്മെൻറ്റ്. പിന്നീട് ഈ പിഗ്മെൻറ്റിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഇതിനെ കൂൾ പിഗ്മെൻ്റ് എന്നാണ് ഞാൻ ആദ്യം പറഞ്ഞത്. ഇത് നമ്മളൊരു വോളിൽ കോട്ട് ചെയ്താൽ, ഇതിനെ ഒരു പെയിൻറ്റിൽ ആഡ് ചെയ്ത് അതിൽ വോളിൽ കോട്ട് ചെയ്ത് കഴിഞ്ഞാൽ, നമുക്കറിയാം സൂര്യപ്രകാശത്തിൽ നിന്ന് അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതൽ ചൂട് കൂട്ടുന്ന റേഡിയേഷൻ എന്ന് പറയുന്നത് IR ആണ്, ഇൻഫ്രാറെഡ് റേഡിയേഷൻ ആണ്. ഈ പിഗ്മെന്റിന്റെ ഒരു പ്രത്യേകത, ഇത് IR റേഡിയേഷൻസ് വരുമ്പോൾ അതിനെ റിഫ്ലക്ട് ചെയ്യും. ഇതെല്ലാം നമ്മൾ സയന്റിഫിക്കലി പ്രൂവ് ചെയ്തിട്ടുണ്ട്. മോർ ദാൻ 90% ഓഫ് IR റേഡിയേഷൻസ് ആർ റിഫ്ലക്റ്റഡ്. അപ്പോൾ നമ്മൾ ഇത് കോട്ട് ചെയ്താൽ നമ്മുടെ റൂമിനകത്ത് ചൂട് കുറയും. പിന്നെ ഇതിന് ഒരു ആൻറ്റി ബാക്ടീരിയൽ പ്രോപ്പർട്ടി ഉണ്ട്. അപ്പം അന്തരീക്ഷത്തിൽ ഹാംഫുൾ മൈക്രോ ഓർഗാനിസംസ് ഒക്കെ ഇതിനെ ടച്ച് ചെയ്ത് വന്നാൽ ഇൻ പ്രസൻസ് ഓഫ് സൺലൈറ്റ് ഇറ്റ് ക്യാൻ ഡീഗ്രേഡ് ദാറ്റ് ഓർഗാനിസം. അതുപോലെ ഇതിനും അന്തരീക്ഷത്തിൽ വായുവിലുള്ള പൊള്യൂട്ടൻറ്റിനെ ഡീഗ്രേഡ് ചെയ്യാനുള്ള കേപ്പബിലിറ്റി ഉണ്ട്. അപ്പോൾ അന്തരീക്ഷത്തിലെ ഈ ഓർഗാനിക് പൊള്യൂട്ടൻസ് ഒക്കെ സൺലൈറ്റിൻ്റെ പ്രസൻസിൽ ഈ പിഗ്മെൻറ്റിൽ ടച്ച് ആവുമ്പോൾ ആ കോണ്ടാക്ട് വരുമ്പോൾ അതിനെയും ഡീഗ്രേഡ് ചെയ്യും. അപ്പം ഇത് ഞങ്ങൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ട് ഞങ്ങളുടെ ഈ സ്റ്റഡി. ഇപ്പോൾ ഞങ്ങൾ കണ്ടിന്യൂ ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ഗവേഷണ മേഖല എന്ന് പറയുന്നത് ഇതാണ്. ഇപ്പോഴും സ്റ്റുഡൻസ് ഇതിനെപ്പറ്റി ഗവേഷണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. ഇതിനെ കൂടുതൽ എങ്ങനെ ഒരു പ്രാക്ടിക്കൽ സെൻസിലേക്ക് കൊണ്ടുവരാം എന്നുള്ളതിനെപ്പറ്റി, സൊസൈറ്റിക്ക് പ്രയോജനപ്രദമാകുന്ന രീതിയിൽ കൊണ്ടുവരാം എന്നുള്ളതിനെ പറ്റിയുള്ള ഗവേഷണങ്ങൾ ഇപ്പം കോളേജിലെ കെമിസ്ട്രി ഡിപ്പാർട്ട്മെന്റിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിനൊരു കണ്ടിന്യൂഷൻ ഡെഫിനറ്റ്ലി ഉണ്ടെന്ന് നമുക്കറിയാം. പക്ഷെ അതിനെ പറ്റിയിട്ടേ നമുക്കൊരു പാട്ടൊക്കെ കേട്ടിട്ട് പതുക്കെ അറിയാം. എന്തായാലും ഞാൻ ഭയങ്കരമായിട്ട് ഇംപ്രസ്ഡ് ആയിട്ടുള്ളൊരു കാര്യമാണ് നമ്മുടെ കൂൾ പിഗ്മെന്റ്. അങ്ങോട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പൊ ഒന്ന് കൂളായിട്ടിരിക്കാൻ നമുക്കൊരു പാട്ട് ഒന്ന് വെച്ചു കൊടുക്കാം അല്ലേ? അപ്പോൾ ഇതാ പാട്ടുകൾ വരുന്നുണ്ട്. പാട്ടുകൾക്ക് ശേഷം നമ്മളും തിരിച്ചെത്തും. സർഗക്ഷേത്ര 89.6 FM ഉയരെയാണ്. പറന്നുയരാൻ കൊതിക്കുന്നവർക്ക് ചിറകായി ഉയരെ. 89.6 FM സർഗക്ഷേത്ര. You are listening to സർഗക്ഷേത്ര 89.6 FM കാതോരം കരുതലായി കാലത്തിനൊപ്പം. നമ്മൾ ഇന്ന് കെമിസ്ട്രിയെ പറ്റിയിട്ടാണ്, കെമിസ്ട്രി എന്ന് പറയുന്ന വലിയൊരു മേഖലയെ പറ്റിയിട്ടാണ് ആക്ച്വലി അറിഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ലേ? ഈ ഒരു മേഖലയിലേക്ക് ഇനി വരാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ടെന്ന് എനിക്കറിയാം. അവർക്കൊക്കെ ഇത് ഡെഫിനറ്റ്ലി ഒരു ബെനിഫിറ്റ് തന്നെയായിരിക്കും എന്ന് എനിക്ക് ഉറപ്പാണ് കേട്ടോ. സോ ഇന്ന് നമ്മോടൊപ്പം ജോയിൻ ചെയ്തിരിക്കുന്നത് നമ്മുടെ കോളേജിലെ
കെമിസ്ട്രി വിഭാഗത്തിലെ അസോസിയേറ്റ് പ്രൊഫസർ ആൻഡ് HOD ആയിട്ടുള്ള ഡോക്ടർ ജസ്റ്റി തോമസ് ആണ്. മിസ് നമ്മൾ കുറച്ച് മുൻപ് മിസ്സിന്റെ ഈ ഒരു റിസർച്ച് ഫൈൻഡിങ്സിനെ പറ്റിയിട്ട് അല്ലെങ്കിൽ കോളേജിലെ കെമിസ്ട്രി റിസർച്ച് വിഭാഗത്തിലെ ഒരു കോൺട്രിബ്യൂഷനെ പറ്റിയിട്ടൊക്കെ പറഞ്ഞായിരുന്നു. ആൻഡ് എനിക്കറിയാം ഇനിയും കോൺട്രിബ്യൂഷൻസിനെ പറ്റി മിസ്സിന് പറയാനുണ്ടെന്ന്, സത്യമല്ലേ? അതെ. അപ്പൊ നമ്മൾക്കൊന്ന് വേറൊരു മെറ്റീരിയൽ നമ്മൾ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് ഒരു ലൂമിനസെന്റ് മെറ്റീരിയലാണ്. ഓക്കെ. ആ ലൂമിനസെന്റ് മെറ്റീരിയൽ അതൊരു നോവൽ ക്രിസ്റ്റൽ സ്ട്രക്ചർ ഉള്ളതാണ്. അതിൻ്റെ ക്രിസ്റ്റൽ സ്ട്രക്ചർ നമ്മൾ സോൾവ് ചെയ്തപ്പോൾ അതൊരു പുതിയ സ്ട്രക്ചർ ആയതുകൊണ്ട് തന്നെ അത് നമുക്ക് വളരെയധികം, അത് കുറച്ചുകൂടി തിയറട്ടിക്കൽ പാർട്ടാണത്. അതിൻ്റെ ആപ്ലിക്കേഷൻസ്, ലൂമിനസെൻസ് ആപ്ലിക്കേഷൻസിന് അത് പറ്റുമെന്നുള്ളത് നമ്മൾ പ്രൂവ് ചെയ്തിട്ടുണ്ട്. അതിനെപ്പറ്റിയുള്ള സ്റ്റഡീസ് നടക്കുകയാണ്. ഈ ക്രിസ്റ്റൽ സ്ട്രക്ചർ കേംബ്രിഡ്ജ് ക്രിസ്റ്റലോഗ്രഫിക് ഡേറ്റാ സെൻറ്റർ അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഒരു CCDC 971490 എന്ന് ആണ് അതിൻ്റെ റെഫറൻസ്. അവർ ആ ഡേറ്റാ സ്ട്രക്ചർ പുതിയതായതുകൊണ്ട് തന്നെ, നോവൽ ആയതുകൊണ്ട് തന്നെ അവരത് അക്സെപ്റ്റ് ചെയ്തു. അത് അവരുടെ ഡേറ്റാ സെൻറ്ററിൽ കീപ്പ് ചെയ്തിട്ടുണ്ട്. സോ മിസ്സിന്റെ ഫൈൻഡിങ്സും അതുപോലെ നമ്മുടെ കോളേജിലെ ഗംഭീര റിസർച്ച് ടീമിന്റെ കുറേയധികം കണ്ടുപിടുത്തങ്ങളെ പറ്റിയിട്ടൊക്കെ നമ്മൾ അറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ ഒരു മൊമെന്റിൽ എനിക്കൊരു പാട്ട് കേൾക്കണം. എനിക്ക് ഉറപ്പാണ് മിസ്സിനും ആ ഒരു പാട്ട് കേൾക്കാനുള്ള ആഗ്രഹം മനസ്സിലുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളൊരു ബ്യൂട്ടിഫുൾ സോങ്ങിലേക്ക് പോകുന്നു. കേട്ടുകൊണ്ടേയിരിക്കൂ. കെമിസ്ട്രി എന്ന് പറയുന്ന ഈ വലിയ ലോകത്തിന്റെ വിശേഷങ്ങൾ തീരുന്നില്ല. സർഗക്ഷേത്ര 89.6 FM ഉയരെയാണ്. പറന്നുയരാൻ കൊതിക്കുന്നവർക്ക് ചിറകായി ഉയരെ. 89.6 FM സർഗക്ഷേത്ര. You are listening to ഉയരെ പറന്നുയരാൻ കൊതിക്കുന്നവർക്ക് ചിറകായി ഉയരെ. ഇന്ന് നമ്മൾ ഉയരയിലൂടെ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ അറിഞ്ഞുകൊണ്ടിരിക്കുന്നത് വലിയൊരു മേഖലയെ പറ്റിയിട്ടാണ്, കെമിസ്ട്രി. ആൻഡ് ഇത്രയും നേരം നമ്മൾ ഈ ഒരു മേഖലയെ പറ്റി സംസാരിച്ചപ്പോൾ കൂടുതലായിട്ടും കോളേജ് സ്റ്റുഡൻസിന് അല്ലെങ്കിൽ ഗവേഷണം ചെയ്യാൻ ആഗ്രഹിക്കുന്നവരുടെ കാര്യങ്ങളൊക്കെ തന്നെയാണ് പറഞ്ഞത്. പക്ഷേ ഇനി നമ്മൾ നമ്മുടെ കുട്ടീസിലേക്ക് തന്നെയാണ് ഒന്ന് ബാക്കിലേക്ക് ഇറങ്ങി വരാനായിട്ട് പോകുന്നത്. ആൻഡ് കുറേ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു തന്ന് ഇൻഫോർമേറ്റീവ്ലി റിച്ച് ആക്കാനായിട്ട് എത്തിയിട്ടുള്ളത് നമ്മുടെ സ്വന്തം മാന്നാനം കോളേജിലെ കെമിസ്ട്രി വിഭാഗത്തിലെ അസോസിയേറ്റ് പ്രൊഫസർ ആൻഡ് HOD ആയിട്ടുള്ള ഡോക്ടർ ജസ്റ്റി തോമസ് ആണ്. മിസ്സേ, നമ്മൾ കുറേ നേരമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മുഴുവൻ നമ്മുടെ കോളേജ് സ്റ്റുഡൻസിന് അല്ലെങ്കിൽ റിസർച്ച് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് അല്ലേ? കെമിസ്ട്രി എന്ന മേഖലയെ അവർക്ക് എങ്ങനെ യൂസ്ഫുൾ ആക്കാനായിട്ട് പറ്റും എന്നുള്ള കാര്യങ്ങളെ പറ്റിയിട്ടൊക്കെ നമ്മൾ സംസാരിച്ചു. പക്ഷെ നമ്മളൊന്ന് ഇനി ചെറിയ കുട്ടികളിലേക്ക് ഇറങ്ങി വരാൻ പോവാണ്. സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് കെമിസ്ട്രി എന്ന് പറയുന്ന ഈ ഒരു വിഷയത്തോട് അല്ലെങ്കിൽ ഈ ഒരു മേഖലയോട് നമുക്ക് എങ്ങനെ ഒരു ഇഷ്ടം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും? അവരെങ്ങനെ അട്രാക്ട് ചെയ്യാൻ പറ്റും? അതിൽ അധ്യാപകർക്ക് വളരെ അധികം ഒരു റോളുണ്ട്. ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് സ്കൂളിൽ നിന്ന് തന്നെയാണ് കെമിസ്ട്രിയോടൊരു താല്പര്യം, കെമിസ്ട്രി തോന്നിയത്. അപ്പോൾ അതിനകത്ത് എന്നെ പഠിപ്പിച്ച ടീച്ചേഴ്സിന് ഒത്തിരി റോളുണ്ട്, എസ്പെഷ്യലി സ്കൂളിൽ പഠിപ്പിച്ച ടീച്ചേഴ്സിന്. അപ്പോൾ അതുപോലെ ഈ കുട്ടികൾ പലപ്പോഴും നമ്മൾ പറയാറുള്ള ഒരു കാര്യമാണ്, കെമിസ്ട്രി ഈസ് ഡെഡ് ഓൺ ദി ബ്ലാക്ക് ബോർഡ്. വെച്ചാൽ നമ്മൾ കുറച്ച് ഇക്വേഷൻസ്, മെക്കാനിസംസ്, കാര്യങ്ങളെല്ലാം ബോർഡിൽ എഴുതി. ഇത് എന്തിനാണ് പഠിക്കുന്നതെന്നും ഇതിൻ്റെ രസങ്ങൾ എന്താണെന്നും മനസ്സിലാക്കുന്നില്ല. അപ്പം ഇതിൻ്റെ രസം പഠിച്ചാൽ രസതന്ത്രം വളരെ രസകരമായിട്ട് നമുക്ക് പഠിക്കാം. അപ്പോൾ ഈ കെമിസ്ട്രിയിൽ നമ്മൾ ഇതിൻ്റെ ബേസിക് കാര്യങ്ങൾ നമ്മൾ കൃത്യമായിട്ട് സ്കൂളിൽ വെച്ച് തന്നെയുള്ള +1 +2 10th +1 +2 ഒക്കെ ബേസിക് കാര്യങ്ങൾ പഠിക്കുക. നമ്മൾ ഈ ബേസിക്സ് നമുക്ക് അറിയാമെങ്കിൽ വളരെ ഇഷ്ടത്തോടെ നമുക്കിത് പഠിക്കാൻ പറ്റും. ആദ്യം തന്നെ ഏത് സബ്ജക്റ്റ് എടുക്കാനാണെങ്കിലും യു ഷുഡ് ലവ് ദ സബ്ജക്റ്റ്. അപ്പോൾ ഈ കെമിസ്ട്രിയോട് നമുക്കൊരു ബേസിക്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ ചെറിയ ക്ലാസ്സിലൊക്കെ മാത്തമാറ്റിക്സിൻ്റെ ഒക്കെ ടേബിൾസ്, ഞാൻ എപ്പോഴും ക്ലാസ്സിൽ പറയാറുള്ള കാര്യമാണ്, മാത്തമാറ്റിക്സിൻ്റെ ഒക്കെ ടേബിൾസ് പഠിക്കും. അന്ന് നമുക്ക് 2ാം ക്ലാസ്സിലും 3ാം ക്ലാസ്സിലും ഒന്നും പഠിക്കുമ്പോൾ ഇത് എന്തിനാണ് പഠിക്കുന്നതെന്നൊന്നും അറിയത്തില്ല. പക്ഷേ ആ ടേബിൾ പഠിച്ചത് കൊണ്ടാണ് നമുക്ക് അഡീഷനും മൾട്ടിപ്ലിക്കേഷനും ഒക്കെ ചെയ്യാൻ പറ്റുന്നത്. അല്ലാതെ നമുക്ക് എത്ര പ്രോബ്ലംസ് ബൈ ഹാർട്ട് ചെയ്യാൻ പറ്റും? അപ്പോൾ ആ ബേസിക്സ് പഠിച്ച് ടേബിൾ അറിയാവുന്ന കുട്ടികൾക്ക് ഇത് ചെയ്യാൻ ഒരു രസമാണ്. അല്ലാത്തവർക്കോ ഇത് വലിയൊരു ബേർഡനാണ്. അതുപോലെ തന്നെ ഈ കെമിസ്ട്രിയുടെ, ഈ സയൻസിൻ്റെ ഒരു ബേസിക്സ് മുതൽ എങ്ങനെയാണ് ആ ബേസിക്സിൽ ഒരു ഇൻട്രസ്റ്റ് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ കുട്ടികൾക്ക് ഇതിനോട് വളരെ താല്പര്യം വരും. ഇത്രയും ഓപ്പർച്യൂണിറ്റിയും ഇത്രയും രസകരവുമായിട്ടുള്ള ഒരു രസതന്ത്രത്തിലേക്ക് കുട്ടികളെ നമുക്ക് ആകർഷിക്കാൻ പറ്റും. അപ്പോൾ ഇതിനു വേണ്ടിയിട്ട് തന്നെ കോളേജിലെ കെമിസ്ട്രി ഡിപ്പാർട്ട്മെൻറ്റ് ഈ വർഷം ഒരുപാട് പ്രോഗ്രാംസ് സ്കൂൾ കുട്ടികൾക്ക് വേണ്ടിയിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട്. കാരണം ഞങ്ങളുടെ ഒരു മോട്ടീവ് എന്ന് പറയുന്നത് സ്കൂളിലെ കുട്ടികൾക്ക് സയൻസിനോടുള്ള ഒരു താല്പര്യം വർദ്ധിപ്പിക്കുക.
അപ്പം കെമിസ്ട്രിയിൽ ഇപ്പം ഞങ്ങളിവിടെ പ്ലാൻ ചെയ്യുന്നത് കുറച്ച് എക്സ്പെരിമെൻ്റൽ, ഇത് നമ്മൾ കേട്ട് പുസ്തകത്തിൽ നിന്ന് വായിച്ച് പഠിക്കുന്നതല്ലാതെ ഇതൊന്ന് കാണിച്ചു കൊടുത്ത് ഇതിന് ഇത്രയും രസമുണ്ട്, ഇത് എവിടെയോ നടക്കാൻ പുസ്തകത്തിൽ മാത്രം എഴുതി വെച്ചിരിക്കുന്ന കാര്യങ്ങളല്ല, ഇത് റിയൽ സിസ്റ്റത്തിൽ നടക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് എന്നുള്ള ഒരു കാര്യം. അതിൻ്റെ രസകരം ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ ഹൈഡ്രജനും ഓക്സിജനും ഫ്യൂവലും കത്താൻ സഹായിക്കുന്ന ഓക്സിജനും തമ്മിൽ കമ്പൈൻ ചെയ്തുണ്ടാകുന്ന വെള്ളം ഉപയോഗിക്കുന്നു. അപ്പൊ എത്ര അത്ഭുതമാണ് ഇതിന്റെ ഒരു കോമ്പിനേഷൻ എന്ന് ആലോചിച്ച് നോക്കി. ഇപ്പൊ ഹൈഡ്രജനും ഓക്സിജനും ഒരു പെർട്ടിക്കുലർ പ്രൊപ്പോർഷനിൽ കമ്പൈൻ ചെയ്താൽ വെള്ളം ഉണ്ടാവും, അത് നമുക്ക് കുടിക്കാം. പക്ഷെ വേറൊരു പ്രൊപ്പോർഷനിൽ അത് കമ്പൈൻ ചെയ്താൽ ഉണ്ടാകുന്നത് ഹൈഡ്രജൻ പെറോക്സൈഡ് ആണ്, അത് നമുക്ക് കുടിക്കാൻ പറ്റത്തില്ല. പണി കിട്ടും. അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് അത്ഭുതങ്ങളുടെ ഒരു ലോകം തന്നെയാണ് കെമിസ്ട്രി. അപ്പം അതിൽ ആദ്യം തന്നെ അതിൻ്റെ ആ ഒരു ചെറിയ ക്ലാസ്സുകൾ മുതലേ നമ്മൾ കുട്ടികൾ അതിൻ്റെ ആ ബേസിക് കാര്യങ്ങൾ നമ്മൾ ബൈഹാർട്ട് ചെയ്യാതെ ഇതെന്താണെന്ന് മനസ്സിലാക്കി പഠിക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ മാർഗം എന്നാണ് എനിക്ക് തോന്നുന്നത്. അതിന് കെ കോളേജിലെ കെമിസ്ട്രി ഡിപ്പാർട്ട്മെൻറ്റും ഈ അക്കാഡമിക് ഇയറിൽ അതിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, സ്കൂൾ സ്റ്റുഡൻസിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഒരുപാട് പ്രോഗ്രാമുകൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. അത് തീർച്ചയായും അത് യൂസ്ഫുൾ ആയിരിക്കും. എന്തായാലും ആ പ്രോഗ്രാംസ് ഒക്കെ വൻ വിഷയമാവട്ടെ എന്ന് ഞാനിപ്പോൾ തന്നെ വിഷയമാണ് കേട്ടോ. ശരിക്കും ഞാൻ കേട്ടിട്ടുണ്ട്, മനുഷ്യന്മാർക്ക് എല്ലാ സമയത്തും അവർക്ക് ഉണ്ടാവുന്ന ഒരു കാര്യമാണ് ചിന്തകൾ. ഒരു നിമിഷം പോലും ചിന്തിക്കാതിരിക്കാൻ പറ്റില്ല എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ ഒരു വിഷയത്തിലേക്ക് നമ്മൾ വരുമ്പോൾ ഡെഫിനറ്റ്ലി കുറേയധികം ചോദ്യങ്ങൾ ഉണ്ടാവും. കാരണം കുറച്ച് മുൻപേ നമ്മൾ പറഞ്ഞ എക്സാമ്പിൾ തന്നെ അതിന് വലിയൊരു കാര്യമാണ്. H2O അല്ലേ, തീ കത്തുന്നൊരു സംഭവത്തിൽ നിന്ന് അത് കെടുത്താനുള്ള ഒരു സംഭവത്തിലേക്ക് അത് മാറുന്ന ഒരു വലിയ അത്ഭുതം. അപ്പോൾ ഇതുപോലെ നമുക്ക് ക്യൂരിയോസിറ്റി അല്ലെങ്കിൽ ഒരു ചോദ്യം ചോദിക്കാനുള്ളൊരു ഇൻട്രസ്റ്റ് ഒക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ ഡെഫിനറ്റ്ലി നമുക്ക് ഈ ഒരു ഫീൽഡിലേക്ക് വരാം. കുറേയധികം കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്യാം. നിങ്ങളുടെ ലൈഫ് തന്നെ നമുക്ക് മാറ്റാനുള്ള ഒരു വലിയ ഓപ്പർച്യൂണിറ്റി തന്നെയാണ് കെമിസ്ട്രി ഡിപ്പാർട്ട്മെൻറ്റ് നിങ്ങളെ കാത്തിരിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങൾക്കായി കാത്തു വെച്ചിട്ടുള്ളത്. അപ്പോൾ കാത്തു വെച്ചിട്ടുള്ളത് കുറച്ചുകൂടി കാര്യങ്ങളുണ്ട്. അതെന്താണെന്ന് നമുക്കൊരു കലക്കൻ പാട്ടുകൾക്ക് ശേഷം മനസ്സിലാക്കാം. കേട്ടുകൊണ്ടേയിരിക്കൂ. ഉയരെയാണ് പറന്നുയരാൻ കൊതിക്കുന്നവർക്ക് ചിറകായി ഉയരെ, കൂടെയുള്ളത് അനയും. 89.6 FM സർഗക്ഷേത്ര. വെൽക്കം ബാക്ക് ടു ഉയരെ, പറന്നുയരാൻ കൊതിക്കുന്നവർക്ക് ചിറകായി ഉയരെ. ഇന്ന് നമ്മൾ കുറേ നേരമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് വളരെ രസമുള്ളൊരു കാര്യമാണ്. അത് രസതന്ത്രത്തെ പറ്റിയിട്ടാണ്. കെമിസ്ട്രി ഈ ഒരു ഫീൽഡിനെ പറ്റി, ഈ ഒരു ഫീൽഡിനെ കുറിച്ച് കൂടുതൽ അറിയാൻ ആഗ്രഹമുള്ളവരെല്ലാവരും ഇന്ന് നമ്മുടെ ഈ ഒരു പ്രോഗ്രാം കേട്ടിട്ടുണ്ടെങ്കിൽ അവർക്ക് ഉറപ്പായിട്ടും അതിനുള്ള ബെനിഫിറ്റ് ഉണ്ടായിട്ടുണ്ടാവും അല്ലേ? അതേന്ന് പറഞ്ഞ് എന്നെ സപ്പോർട്ട് ചെയ്തിരിക്കുന്നത് വേറെ ആരുമല്ല, നമ്മുടെ മാന്നാനം കെ കോളേജിലെ കെമിസ്ട്രി വിഭാഗത്തിലെ അസോസിയേറ്റ് പ്രൊഫസർ ആൻഡ് HOD ആയിട്ടുള്ള ഡോക്ടർ ജസ്റ്റി തോമസ് ആണ്. മിസ്സേ, നമ്മളിനി നമ്മുടെ കെ കോളേജിലെ കെമിസ്ട്രി പഠിച്ചിട്ട് ഉന്നത നിലയിൽ എത്തിയിട്ടുള്ള കുറച്ചധികം ഇൻഡിവിജ്വൽസിനെ ഒന്ന് പരിചയപ്പെടാൻ ആഗ്രഹിക്കുകയാണ് കേട്ടോ. കെമിസ്ട്രി ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് പഠിച്ച് പുറത്തിറങ്ങിയ വളരെ ഉന്നതമായ പദവികളിലും അതുപോലെ ഉന്നത നിലവാരത്തിൽ ഗവേഷണങ്ങൾ നടത്തുന്ന ഒരുപാട് സയൻറ്റിസ്റ്റുകളൊക്കെ ഉണ്ട്. ഇപ്പം നമുക്ക് കേരളത്തിൽ എല്ലാവർക്കും അറിയാവുന്ന കുറച്ച് പേരുടെ പേര് തന്നെ ഞാൻ പറയാം. നമ്മുടെ മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയുടെ ഫോമർ വൈസ് ചാൻസലർ പ്രൊഫസർ സാബു തോമസ് സാറ് ഒരു ഫോർമർ വൈസ് ചാൻസലർ എന്നുള്ളതിലും ഉപരി സാറ് ഒരു ഇൻ്റർനാഷണലി അറിയപ്പെടുന്ന ഒരു സയൻറ്റിസ്റ്റ് കൂടിയാണ്. സാറ് കെ കോളേജിലെ കെമിസ്ട്രി ഡിപ്പാർട്ട്മെൻറ്റിലാണ് പഠിച്ചത്. അതുപോലെ മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയുടെ സ്കൂൾ ഓഫ് കെമിക്കൽ സയൻസിൻ്റെ ഫോമർ ഡയറക്ടർ പ്രൊഫസർ ബീന മാത്യു മാമും കെ കോളേജിലെ കെമിസ്ട്രി ഡിപ്പാർട്ട്മെൻറ്റിൽ പഠിച്ചു. ഇപ്പോഴത്തെ ഡയറക്ടർ പ്രൊഫസർ അനിത സി കുമാർ മാമും കെ കോളേജിൽ പഠിച്ചതാണ്. അതുപോലെ നമ്മുടെ തിരുവനന്തപുരം IISTയുടെ പ്രോ വൈസ് ചാൻസലർ പ്രൊഫസർ കുരുവിള ജോസഫ്, അദ്ദേഹവും കെ കോളേജിലെ അലുമിനസ് ആണ്. അതുപോലെ ഫാദർ തോമസ് ഫസ്റ്റ് വൈസ് ചാൻസലർ ഓഫ് ക്രൈസ്റ്റ് യൂണിവേഴ്സിറ്റി കെ കോളേജിൻ്റെ അലുമിനസ് ആണ്. അതുപോലെ നമ്മുടെ കെ കോളേജിൻ്റെ ഇപ്പോഴത്തെ മാനേജർ ഫാദർ ഡോക്ടർ കുര്യൻ ചാലങ്ങാടി CMI, അദ്ദേഹവും കെ കോളേജിലെ കെമിസ്ട്രി ഡിപ്പാർട്ട്മെൻറ്റിലെ ഒരു പൂർവ്വ വിദ്യാർത്ഥിയാണ്. അതുപോലെ ഡോക്ടർ ജോഷി ജോസഫ് പ്രിൻസിപ്പൽ സയൻറ്റിസ്റ്റ്, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻ്റർഡിസിപ്ലിനറി സയൻസ് ആൻഡ് ടെക്നോളജി CSIR ലാബിൽ അവിടുത്തെ പ്രിൻസിപ്പൽ സയൻറ്റിസ്റ്റാണ്. അദ്ദേഹവും വളരെ ഉന്നതമായ നിലവാരത്തിൽ ഗവേഷണങ്ങൾ നടത്തി വരുന്ന ഒരാളാണ്.
ഓക്കെ ഓക്കെ. അപ്പോൾ ഈ റീസെർച്ച് എന്ന് പറയുന്ന വേർഡിന് ഒരുപാട് ഇമ്പോർട്ടൻസ് ഉണ്ട്, പ്രത്യേകിച്ച് കെമിസ്ട്രി എന്ന് പറയുന്ന ഫീൽഡിൽ. അതായത് നമ്മൾ പഠിച്ച കാര്യത്തെ അല്ലെങ്കിൽ നമുക്ക് തിരഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെ വീണ്ടും അതിനെ ചികഞ്ഞ് നോക്കി നമ്മൾ പുതിയ പുതിയ ഇന്നോവേഷൻസ് അല്ലെങ്കിൽ പുതിയ 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 കണ്ടുപിടുത്തങ്ങൾ നമ്മൾ ആളുകളിലേക്ക് എത്തിക്കുമ്പോൾ അത് ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിലാവുമ്പോൾ എത്രത്തോളം അത് യൂസ്ഫുൾ ആവുന്ന ഒരു കാര്യമാണല്ലേ. അപ്പോൾ കെമിസ്ട്രി എന്ന് പറയുന്ന ഈ ഒരു ഫീൽഡിൽ, അല്ലെങ്കിൽ നമ്മൾ കുറച്ച് മുൻപേ പറഞ്ഞ ഇത്തരത്തിലൊരു ഇൻട്രസ്റ്റ് ഉള്ള ഒരാളാണ് നിങ്ങളെങ്കിൽ ഡെഫിനറ്റ്ലി ഈ ഒരു ഫീൽഡിലേക്ക് വലിയൊരു സ്വാഗതം കൂടി നമ്മൾ ഇന്നത്തെ ഉയരയിലൂടെ പറയാണ് അല്ലേ. അതെ, യെസ്. അപ്പോൾ കെമിസ്ട്രി പഠിക്കാൻ താല്പര്യമുള്ളവർ, അതായത് സയൻസിനോട് താല്പര്യമുള്ള ആൾക്കാർക്ക് കെ കോളേജ് ഓഫർ ചെയ്യുന്ന BSc കെമിസ്ട്രി 3 ഇയർ പ്രോഗ്രാം, BSc കെമിസ്ട്രി ഓണേഴ്സ് പ്രോഗ്രാം 4 ഇയർ, അതുപോലെ MSc BSc കഴിഞ്ഞവർക്ക് വേണ്ടി MSc അനലിറ്റിക്കൽ കെമിസ്ട്രി, അതുപോലെ PhD പ്രോഗ്രാം ഇൻ കെമിസ്ട്രി, ഈ കോഴ്സുകളെല്ലാം ഉണ്ട്. താല്പര്യമുള്ള, ഇതിനോട് ഇൻട്രസ്റ്റ് ഉള്ള ആരെയും ഞങ്ങൾ കെ കോളേജിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്. ഓക്കെ. അപ്പോൾ ആ ഒരു സ്വാഗതത്തോടു കൂടി നമുക്കിന്ന് പതുക്കെ ഇവിടുന്ന് ടാറ്റാ ബൈ ബൈ പറയാമല്ലോ മിസ്സേ. ഓക്കെ. അപ്പോൾ രസതന്ത്രത്തെ പറ്റി കുറേ രസമുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ സംസാരിച്ചു, കേട്ടു, മനസ്സിലാക്കി. സോ നമ്മൾ ഇനി കേട്ടുമുട്ടാനായിട്ട് പോകുന്നത് അടുത്ത ഉയരയിൽ ഒരുപാട് ഇൻട്രസ്റ്റ് ഉള്ള ഒരു സബ്ജക്റ്റിനെ പറ്റി തന്നെയായിരിക്കും. സോ ഇന്ന് നമ്മളെ ഒരുപാട് ഹെൽപ്പ് ചെയ്ത ഒരാളുണ്ട്. അദ്ദേഹത്തിന് ഞാൻ ഒന്നുകൂടി സന്തോഷത്തോടു കൂടി പേര് ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്. നമ്മുടെ സ്വന്തം ഡോക്ടർ ജസ്റ്റി തോമസ് മിസ് നമ്മുടെ മാന്നാനം കെ കോളേജിലെ കെമിസ്ട്രി വിഭാഗത്തിലെ അസോസിയേറ്റ് പ്രൊഫസറാണ്, ഒപ്പം HOD ആണ്. മിസ് എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ ഇന്നത്തെ ഒരു കെമിസ്ട്രിയെ പരിചയപ്പെടുത്തുന്ന ഈ ഒരു പ്രോഗ്രാം ഉയരെ? ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ കെമിസ്ട്രിയെ പറ്റി സംസാരിക്കാനുള്ള എല്ലാ അവസരവും എനിക്ക് വളരെ സന്തോഷമാണ്. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു പ്രോഗ്രാമിലേക്ക് ക്ഷണിച്ചതിന് ഒരുപാട് നന്ദി. താങ്ക് യു. ഓക്കെ. അപ്പം നമ്മളും പതുക്കെ പാട്ടുകളൊക്കെ കേട്ട് ഇവിടുന്ന് ടാറ്റാ ബൈ ബൈ പറയാൻ പോവാണ്. സോ കേട്ടോടെയിരിക്കൂ സർഗക്ഷേത്ര 89.6 FM, കാതോരം കരുതലായി കാലത്തിനൊപ്പം. 89.6 FM സർഗക്ഷേത്ര.